അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഴംപൊരി. പഴംപൊരി എന്ന് എല്ലായിടത്തും പറയും, ഞങ്ങൾ ഏത്തയ്ക്കാപ്പം എന്നും പറയും. അപ്പോൾ അതിനുള്ള സാധനങ്ങളാണ് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. എനിക്കിത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പലഹാരം കൂടിയാണ്. അപ്പം നമുക്ക് ഉണ്ടാക്കിയേക്കാം. അപ്പം അതിനുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഏത്തയ്ക്ക നല്ലപോലെ പഴുത്തതാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പം പഴുത്ത ഏത്തയ്ക്കയും കൂടെ ഉണ്ടാക്കിയതാണ് അതിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അടുത്ത നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് മൈദാമാവാണ്. അതിൻ്റെ കൂടുതൽ ഒരു ശകലം അരിപ്പൊടിയും കൂടെ ചേർക്കുന്നത്. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി, ജീരകം, എള്ള്, ഒരു ഞുള്ള് ഉപ്പിടണം, ശകലം പഞ്ചസാര. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കാനായിട്ട് പോകാം. നമ്മളൊരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. എള്ള്, ജീരകം, ഉപ്പ്, പഞ്ചസാര. നമുക്ക് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നല്ലപോലെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കാം. ഇളക്കി പഴുത്ത പിടിക്കേണ്ട പോലെ മാവ് കലക്കി വരണം, അല്ലെങ്കിൽ പിന്നെ ഒത്തിരി വെള്ളം ആയിക്കഴിഞ്ഞാൽ മാവ് പഴുത്ത പിടിക്കത്തില്ല. ഇതിനിപ്പോൾ ഒരു 10 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് പഴം ആ സമയത്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്ത് വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പം നമ്മൾ പഴം നല്ലതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടായിട്ട്. ഇനിയിപ്പം നമുക്ക് അടുപ്പിൽ തീ പിടിപ്പിച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ചീനിച്ചട്ടി വെച്ച് കൊടുക്കാം. അപ്പം ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതായിട്ട് ചൂടായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്, നമുക്ക് പഴം മാവിനകത്ത് മുക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എണ്ണയ്ക്കകത്തേക്ക് ഇടുന്നത്. ആദ്യം ഇട്ട് കൊടുക്കുക, മൂത്തിട്ടുണ്ട്, നമുക്ക് കോരിയെടുക്കാം.